ഹായ് ഗെയ്സ്, ഇന്ന് നമുക്ക് ചിക്കൻ ചില്ലി തയ്യാറാക്കാം. വളരെ രുചികരമായ ഒരു ചിക്കൻ ചില്ലിയാണിത്. 1/2 കിലോ ചിക്കനിലേക്കാണ് നമ്മൾ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസും പിന്നെ നമുക്ക് ചില്ലി സോസും പിന്നെ കുറച്ച് ഉപ്പും പെപ്പർ, കുരുമുളക് പൊടി, കാശ്മീരി മുളകും പൊടി ഇവയെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ചിക്കനെല്ലാം ഇതിലേക്കിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ചിക്കനൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ രുചികരമായ ഒരു ചിക്കൻ ചില്ലിയാണ്. നിങ്ങൾ ഫ്രൈഡ് റൈസിനൊപ്പം ഉണ്ടാക്കി കഴിക്കാൻ മറക്കല്ലേ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായി ഫ്രൈ ആയതിന് ശേഷം ഒരു വലിയ സവാള ഇതുപോലെ ചതുരത്തിൽ അരിഞ്ഞതും, ഒരു ക്യാപ്സിക്കം, കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അളവുകളെല്ലാം ഞാൻ എൻ്റെ ഫുൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം, പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം, തക്കാളി സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി നമുക്കിത് തിളക്കാനായിട്ട് വെക്കാം. അതിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കാം. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ പൊരിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് കോൺഫ്ലവർ പൊടി 1/2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. നമ്മുടെ ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടോ.